പാർട്ട് 1. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സമർപ്പിത് ജീവൻ എന്നുള്ള ഏകാംഗിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈറ്ററിനെ കുറിച്ച് നോക്കാം. സുശീല ഠാക്ബോറെ. അപ്പോൾ റൈറ്റർ 4 മാർച്ച് 1954 മധ്യപ്രദേശിലെ ഹൊഷങ്കാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. ഹിന്ദി സാഹിത്യത്തിൽ MA, B.Ed അതുപോലെ തന്നെ PhD ചെയ്തിട്ടുണ്ട്. പ്രമുഖ രചനായി എന്ന് പറയുന്നത് കാവ്യ സംഗ്രഹ കാറ്റഗറിയിൽ വരുന്നത് സ്വാതി ബൂന്ദ് ഓർ ഖാരെ മോത്തി, യ തും ബി ജാനോ, തുമ്നെ ഉസെ കബ് പഹചാന, ഹമാരെ ഹിസ്സെ കാ സൂർജ. ഉപന്യാസില് നീല ആകാശ്, तुम्हें बदलना ही होगा, कहानी संग्रह टूटता वहम, अनुभूतियों के घेरे संघर्ष, नाटक नंगा सत्य, आत्मकथा शिकंजे का दर्द. पुरस्कार मध्य प्रदेश दलित साहित्य अकादमी विमर्श सेवा सम्मान, रमणिका फाउंडेशन के सावित्रीबाई फूले सम्मान, महाराष्ट्र राज्य हिंदी साहित्य अकादमी की ओर से डॉक्टर उषा मेहता हिंदी सेवा सम्मान आदि. ഈ കൃതികൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിലെ ചില കൃതികളുടെ പേരെടുത്ത് ചോദിച്ചിട്ട് രചയിത ആരാണെന്ന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബാക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ റിഹേഴ്സൽ എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ ഓഥറിനെ കുറിച്ച് പറയാനായിട്ട് വിട്ടുപോയി. അപ്പം നിങ്ങളത് മറക്കരുത്. പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. സുശീല ഠാക്ബോറെ हिंदी साहित्य की प्रतिष्ठित लेखिका है. दलित व स्त्री विमर्श के साहित्यकारों में उनकी अपनी अलग पहचान है. पहचान എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിറ്റി എന്നാണ്. അപ്പം സുശീല ഠാക്ബോറെ ഹിന്ദി സാഹിത്യത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഖികയാണ്. അത് മാത്രമല്ല ദളിതരെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകളെ കുറിച്ചും പരാമർശിക്കുന്ന രീതിയിലുള്ള കൃതികൾ രചിക്കുന്ന ഓതേഴ്സിൽ ഈ ഓതറിന് ഒരു പ്രത്യേക ഐഡന്റിറ്റി തന്നെയുണ്ട്. स्वयं दलित होने के कारण उन्होंने दलितों की व्यथा को निकटता से देखा और अनुभव किया है. അപ്പം സ്വയം ഒരു ദളിത് സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വ്യഥ എന്ന് വെച്ചാൽ വിഷമങ്ങൾ, വേദനകളൊക്കെ മനസ്സിലാക്കിയിട്ട്, നിക്കട്ടാസ് എന്ന് വെച്ചാൽ അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൃതികളിൽ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വേറിട്ട് കാണാനായിട്ട് പറ്റും. उनके साहित्य में नारी और दलित समाज की समस्याओं का अंकन अधिक मात्रा में पाया जाता है. वे दलित समाज के परिवर्तन की समर्थक है. അപ്പം ഈ ഒരു ലേഖികയുടെ കൃതികളിൽ സ്ത്രീകളും അതുപോലെ തന്നെ ദളിതരും സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ദളിത് സമാജത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പരിവർത്തനം കൊണ്ടുവരിക എന്നുള്ളതിന് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നവരാണ് ഈ ഒരു ലേഖിക എന്ന് പറയുന്നത്. വേ ദളിത് വർഗ് കെ പ്രതി സഹാനുഭൂതി नहीं दिखाती बल्कि उनको संघर्ष करने की प्रेरणा देती है. അപ്പോൾ ഈ മാറ്റം കൊണ്ടുവരേണ്ടത് എന്താണ്, ദളിതരെ പ്രതി സഹാനുഭൂതി കാണിച്ചിട്ടല്ല, പക്ഷെ ദളിതര് സംഘർഷം ചെയ്തിട്ട് അവരുടെ അധികാരങ്ങൾ നേടിയെടുക്കണം അല്ലെങ്കിൽ ആ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ലേഖിക. കവിത, കഹാനി और उपन्यास के अतिरिक्त उन्होंने नाटक और एकांकियों की भी रचना की है. അതിരിക്ത് എന്ന് വെച്ചാൽ കൂടാതെ, അതായത് കവിത, കഹാനി അതുപോലെ തന്നെ ഉപന്യാസം, നോവൽ ഒക്കെ രചിക്കുന്നതിന് പുറമെ അത് കൂടാതെ തന്നെ നാടകങ്ങളും അതുപോലെ തന്നെ ഏകാംഗികളും രചിച്ചിട്ടുണ്ട്. उनके साहित्य में समकालीन संदर्भों में प्रासंगिक समस्याओं का चित्रण मिलता है. അപ്പോൾ ഈ ഒരു ലേഖികയുടെ സാഹിത്യത്തിൽ സമകാലീൻ സന്ദർഭമേ, അതായത് പ്രസന്റ് കണ്ടീഷനിൽ പ്രാസംഗികം എന്ന് വെച്ചാൽ ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള എന്താണ്, സമസ്യാവും ക ചിത്രം മിൽത്താ ഹെ, പ്രശ്നങ്ങൾ, അതായത് സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രണമാണ് ഈ പറയുന്ന ലേഖികയുടെ കൃതികളിൽ നമ്മളെപ്പോഴും കാണുന്നത്. സമ്പൂർണ്ണ ജീവൻ ഉൻകെ ദ്വാരാ ലിഖിത് ഏക് സുന്ദർ ഏകാംഗി ഹെ. സമ്പൂർണ്ണ ജീവൻ എന്ന് പറയുന്നത് ഈ ലേഖിക എഴുതിയിട്ടുള്ള ഒരു ഏകാംഗിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ സമർപ്പിത് ജീവൻ എന്ന് പറയുന്ന ഏകാംഗിനെ കുറിച്ചിട്ട് അതിലെ ക്യാരക്ടേഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അപ്പോൾ ഇതിൽ ഒരു 4 ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് മെയിനായിട്ടും പറയുന്നത്. ഒരു ബുസുർഗ് ആയിട്ടുള്ള ഒരാളുണ്ട്. ബുസുർഗ് എന്ന് വെച്ചാൽ പ്രായം ചെന്നിട്ടുള്ള ഒരു ആള്. ശിക്ഷക് എന്ന് പറഞ്ഞാൽ ബൈ പ്രൊഫഷൻ ആളെന്താണ്, ടീച്ചറാണ്. പോഷാക് എന്ന് പറയുന്നത് ധോത്തി കുർത്ത, ഉമ്ര ധോത്തി കുർത്തയാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 60 വയസ്സാണ് പ്രായമുള്ളത്. യുവക്, ഒരു യുവാവുണ്ട്. ശിക്ഷിത് ബേറോസ്ഗാർ എന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള, ജോലി ഇല്ല ഈ ഒരു യുവകിന്. അതുപോലെ തന്നെ പോഷാക് എന്ന് പറയുന്നത് ഫുൾ പാൻറ് ഷർട്ടാണ്. അതുപോലെ തന്നെ ഉമ്ര 25 വയസ്സാണ്, പ്രായം 25 വയസ്സ്. സ്ത്രീ ശിക്ഷയ്ക്ക് പത്നി, പിന്നെ ഒരു സ്ത്രീനെ കാണുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ ആ ഒരു ടീച്ചറിന്റെ ഭാര്യയാണ്. പോഷാക് എന്ന് പറയുന്നത് വേഷം എന്ന് പറഞ്ഞാൽ സാധാരണ സാരി ബ്ലൗസ്, ഒരു സാരി ബ്ലൗസ് ഇട്ടിട്ടുള്ള ഒരു സ്ത്രീ വരുന്നു. ഉമ്ര
45 वर्ष 45 വയസ്സ്. പുരുഷ് രാഹ്ഗീർ പോഷാക് കുർത്ത പൈജാമ ഉമ്ര 50 വർഷ. പിന്നെ വേറൊരു പുരുഷനെ കാണുന്നുണ്ട്. ആള് ഒരു വഴിപോക്കനാണ്. പോഷാക്ക് എന്ന് പറയുന്നത്, അതായത് ക്ലോതിങ് എന്ന് പറയുന്നത് ഒരു കുർത്ത പൈജാമയാണ്. പ്രായം ഒരു 50 വയസ്സ്. ഓക്കെ, ഇനി ഇതിന്റെ സമ്മറി നോക്കാം. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി തന്നെയാണ് നിങ്ങൾക്കായിട്ട് ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു റെലവെന്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു ഏകാംഗിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സാരാംശം നോക്കാം. एक बेरोजगार युवक बुजुर्ग से मिलने आता है. അപ്പോൾ ഒരു ബേറോസ്ഗാർ ആയിട്ടുള്ള എന്ന് വെച്ചാൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള, തൊഴിൽ രഹിതനായിട്ടുള്ള ഒരു യുവാവ് ഒരു ബുസുർഗ്, ഒരു പ്രായം ചെന്നിട്ടുള്ള ഒരു ആളെ കാണാനായിട്ട് പോകുന്നു. വ ബുസുർഗ് സെ പരിചയ പ്രാപ്ത് കർണ ചാത്ത ഹെ. ആ ഒരു ആളിനായിട്ട് ഒരു പരിചയം വെക്കുക, പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ യുവാവിന്റെ ആഗ്രഹം. युवक किसी स्कूल में शिक्षक की नौकरी की खोज में आया था. वह ടീച്ചർ ട്രെയിനിങ് ലേ ചുക്കാ था. അപ്പോൾ ഈ യുവാവ് എന്താണ്, ഏതെങ്കിലും സ്കൂളിൽ ടീച്ചറായിട്ട് കയറാനായിട്ട് നോക്കുകയാണ്. കാരണം ആ യുവാവിന്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞതാണ്. ലേക്കിൻ കോയി നോക്കറി നെഹി മിലി. പക്ഷെ ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. ഇസ്ലിയെ ആർथिक പരേശാനി മേഹ. ആർथिക എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നത്തിലാണ് ഇപ്പോൾ. കാരണം ഇത്രയും നാൾ പഠിച്ചു, പക്ഷെ ജോലി ആയിട്ടില്ല. बुजुर्ग शिक्षा विभाग से जुड़े व्यक्ति के रूप में अपना परिचय देते हैं. അങ്ങനെ ഈ യുവാവ് ചെന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു വൃദ്ധൻ പറയുന്നു എന്താണ്, ഞാൻ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്ന്. വേ പ്രൈവറ്റ് സ്കൂൾ മേ കാം കർനെ വാലോं की मुसीबतों के बारे में युवक को बता देते हैं. എന്നിട്ട് പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് യുവാവിന് വിവരിച്ചു കൊടുക്കുകയാണ് ഈ ഒരു टीचर. प्राइवेट स्कूल में सब कुछ व्यवस्था स्थापक और संचालक मंडल के निर्णय के अनुसार चलता है. പ്രൈവറ്റ് സ്കൂളിൽ എല്ലാം എന്താണ്, വ്യവസ്ഥ സ്ഥാപക് ഓർ സഞ്ചാലക് മണ്ഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മാനേജ്മെന്റ്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതന്നെയാണ് അവിടെ നടക്കുകയുള്ളൂ. കാരൺ കെ ബിനാ ഭി വേ ലോഗ് ശിക്ഷകോ കോ നോക്കറി സെ നിക്കാൽ ദേത്തെ ഹെ. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിലും അവിടെ ഈ ടെമ്പററി ആയിട്ട് പോസ്റ്റിങ്ങിലുള്ള ടീച്ചേഴ്സ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂൾസിലൊക്കെ കുറേയൊക്കെ ടെമ്പററി തന്നെയാണ് നിയമനങ്ങൾ. അപ്പം അവരെ ഒരു കാരണമില്ലാതെ ഇവർക്ക് തോന്നുമ്പോൾ അങ്ങോട്ട് വിടും, പറഞ്ഞുവിടും, പിരിച്ചുവിടും. ബുസുർഗ് അപ്നെ സഹകർമ്മി ശിക്ഷകോ കാ നാം തക് ബത്താ നഹി പാത്തെ. അപ്പൊ ഈ ആൾക്ക്, ഈ പ്രായം ചെന്ന ഈ ടീച്ചറിന് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ പേര് പോലും പറയാനായിട്ട് പറ്റുന്നില്ല. ഹർ സാൽ കൈ ശിക്ഷക് നിയുക്ത് കിയെ ജാത്തെ ഹെ और कई शिक्षक निकाल दिए जाते हैं. युवक अपने घर की परेशानियां बताकर बुजुर्ग से मदद मांगता है. എന്തുകൊണ്ടാണെന്നറിയോ കലീഗ്സിന്റെ പേരൊന്നും പറയാൻ പറ്റാത്തത്? കാരണം ഓരോ വർഷവും ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യും, എന്നിട്ട് ഓരോ വർഷവും അത്രയും ആളുകളെ തന്നെ പുറത്താക്കുകയും ചെയ്യും, പിരിച്ചുവിടുകയും ചെയ്യും. അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ ആളുകളുടെ കൂടെ അല്ല ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടെ വർക്ക് ചെയ്ത ആളുകളിൽ ഒരാളുടെ പോലും പേര് പറയാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല. അങ്ങനെ ഈ യുവകിന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പറയാണ് ഈ സാറിന്റെ അടുത്ത്, ഈ ടീച്ചറിന്റെ അടുത്ത്. അപ്പൊ യുവകിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, യുവകാണ് ആ വീട്ടിലെ, യുവക് എന്ന് പറഞ്ഞാൽ യുവാവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അത് ആദ്യം പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വീണ്ടും യുവക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം യുവകിന്റെ വീട്ടിൽ ആകെ ഒരു ഏർണിംഗ് മെമ്പർ ആയിട്ട് ഈ ഒരാൾ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഒരു ഫാമിലിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആ യുവാവിന്റെ തലയിലാണ്. പക്ഷെ യുവാവ് ഇത്രയും കാലം പഠിച്ചു എന്നല്ലാതെ ഒരു ജോബ് കിട്ടിയിട്ടില്ല. नौकरी से संबंधित कई बातें बुजुर्ग युवक को बता देते हैं. युवक जब आवेदन लेकर अपनी शिक्षा संस्था के ऑफिस में जाएगा तो उसकी पूरी जांच होगी. അപ്പം ഈ ഒരു ടീച്ചർ പറയാണ് യുവാവിന്റെ അടുത്ത് എന്താണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇവിടെ ജോലി കിട്ടാനായിട്ട് എന്നുള്ളത്. പിന്നെ ഈ യുവാവും കുറെ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. യുവക് ജബ് ആവേദൻ ലേക്കർ അപ്നി ശിക്ഷാ സംസ്ഥാ കെ ഓഫീസ് മേ ജായേഗ തോ ഉസ്കി പൂരി ജാഞ്ച് ഹോഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിക്ക് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇയാൾ അവരെ ഒബ്സർവ് ചെയ്യും. അതായത് ഈ യുവാവിനെ എല്ലാ തരത്തിലും അവർ ജഡ്ജ് ചെയ്യും. ഉൻകി സംസ്ഥ കം വേതൻ പർ അധിക് യോഗ്യത വാലെ ശിക്ഷകോ ചുൻ ലെത്തി ഹെ. അതായത് ഈ സ്കൂളുകളുടെ മാനേജ്മെന്റ് ഒക്കെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ള ആൾക്കാരെയാണ് എടുക്കുക. ഇപ്പോൾ ഒരു MA ക്വാളിഫിക്കേഷൻ വേണ്ട ഒരു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ PhD ഉള്ളവരെ കിട്ടാനാണ് അവർ ശ്രമിക്കുക. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ സാലറിയിൽ അവരെ നിർത്താനും നോക്കും. നിയുക്തി ഏക് സാൽ കി ഹോഗി. അങ്ങനെ ഇപ്പോൾ ജോയിൻ ചെയ്താൽ തന്നെ ആ അപ്പോയിന്റ്മെന്റ്, നിയുക്തി എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോയിന്റ്മെന്റ്, ഒരു വർഷത്തേക്കാണ് ഉണ്ടായിരിക്കുക. സംസ്ഥാ കെ വ്യവഹാർ കോ ഗോപനീയ രഖ്ന ഹോഗ. അതായത് ഈ മാനേജ്മെന്റ്
മാനേജ്മെന്റിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും ഗോപനീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ആയിട്ട് വെക്കണം. അതായത് സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കുറെ തെറ്റായ കാര്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കും, അതൊന്നും പുറത്തു വിടാനായിട്ട് പാടില്ല. വേതൻ 3 माह के बाद ही मिलेगा. ഇനി 1 വർഷത്തേക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ സാലറി 3 മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ആദ്യത്തെ 3 മാസം കഴിയുമ്പോഴാണ് പേയ്മെന്റ് കിട്ടുക. संस्था के द्वारा रहने के लिए मकान दिया जाएगा. ഇനിയിപ്പോൾ സ്കൂൾ തന്നെ എന്ത് ചെയ്യും, താമസിക്കാനായിട്ടൊരു ബിൽഡിംഗ് തരും. വഹാ കേവൽ ശിക്ഷക് ഹി രഹ സക്താ ഹെ, ഉസ്കാ പരിവാർ നഹി. പക്ഷെ അവിടെ ഈ ടീച്ചർ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ, ഫാമിലിനെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ഹഫ്തെ മേ 7 दिन काम करना होगा. ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്യണം. പരീക്ഷ പരിണാം തയ്യാർ കർണേ മേ ഭി പരേശാനി ഹെ. ഇനിയിപ്പം എക്സാം ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പുറത്തു വിടണമെന്നുണ്ടെങ്കിൽ അതിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. യദി റിസൾട്ട് കം ആത്താ ഹെ തോ ഉസ്കി പൂരി ജിമ്മേദാരി ശിക്ഷക് പർ ഹോഗി. ഇനിയിപ്പോൾ റിസൾട്ട് കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ജിമ്മേദാരി, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആരുടെ മുകളിലാണ്? ഈ ടീച്ചറിന്റെ മുകളിലാണ്. ഉസ്കെ ലിയെ ശിക്ഷക് കോ മാഫിനാമ ഭർക്കർ ദേനാ ഹോഗ. അതിന് വേണ്ടിയിട്ട്, അതായത് റിസൾട്ട് കുറഞ്ഞതിന് വേണ്ടിയിട്ട് ഈ ടീച്ചേഴ്സ് മാനേജ്മെന്റിന് എന്ത് ചെയ്യണം? അപ്പോളജി ലെറ്റർ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. മാഫിനാമ എന്ന് പറഞ്ഞാൽ അതാണ്. പരിവാർ കെ സാത്ത് രഹക്കർ ഇത്തന കാം നഹി कर सकने के कारण घर से दूर रहने की व्यवस्था होती है. ഫാമിലിയുടെ കൂടെ താമസിച്ചാൽ ഇത്രയും ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരെ ദൂരെ താമസിപ്പിക്കുന്നത്. अपनी जिंदगी और अपनी खुशियों के लिए यहाँ कोई स्थान नहीं है. अपना जीवन संस्था के लिए समर्पित करना पड़ता है. നിങ്ങളുടെ ജീവിതത്തിനോ അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷത്തിനോ ഒന്നും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ യാതൊരു സ്ഥാനവും ഇല്ല, യാതൊരു പ്രാധാന്യവും ഇല്ല. നിങ്ങളുടെ ജീവിതം മുഴുവനായിട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഇത്തരം സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. बुजुर्ग ने अपना जीवन स्कूल के लिए समर्पित कर दिया था. वे बताते हैं कि यदि युवक व्यवस्था स्थापकों का कोई रिश्तेदार हो तो वह जरूर ही बुजुर्ग से सीनियर हो जाएगा. ബുസുർഗ് ആണെങ്കിൽ കുറേ വർഷം ഈ ടീച്ചറായിട്ട് ഒരു സ്കൂളിന് വേണ്ടി സമർപ്പിച്ചതാണ്. അപ്പം പറയാണ്, ഇനിയിപ്പം ആ സ്കൂൾ നടത്തുന്ന മാനേജ്മെന്റ് ഇല്ലേ, അതിലത്തെ ആരുടെയെങ്കിലും ഒരു റിശ്തേദാർ എന്ന് വെച്ചാൽ എന്താ, റിലേറ്റീവ് ആണ് ഈ യുവാവ് എന്നുണ്ടെങ്കിൽ കുറച്ച് വർഷം കൊണ്ട് തന്നെ ഇപ്പോൾ ആളുടെ മുന്നിലിരിക്കുന്ന ഈ പ്രായം ചെന്ന ടീച്ചറില്ലേ, അദ്ദേഹത്തെക്കാളും സീനിയർ ആയിട്ട് മാറുന്നു. ഉസ്കി ഹർ ബാത് ബുസുർഗ് കോ ബി മാന്നി പടേഗി. അങ്ങനെ ഈ യുവാവ് പറയുന്ന എല്ലാ കാര്യവും ഈ പ്രായം ചെന്ന ടീച്ചറും കേൾക്കേണ്ടതായിട്ട് വരും. പ്രൊമോഷൻ ബി നേ ആനെ വാലെ കോ ഹി മിൽ ജായേഗ. ഇനി പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് തന്നെയാണ് പ്രൊമോഷനും കിട്ടുക. ബുസുർഗ് യുവക് പർ നാരാസ് ഹോത്തെ ഹൈ. അപ്നി അസ്ലി ഹാലത് കെ ബാരെ മേ കഹത്തെ കഹത്തെ ബുസുർഗ് ആക്രോഷ് കർണേ ലഗ്തേ ഹൈ. പിന്നീട് ബുസുർഗിന്റെ സംസാരത്തിൽ ഒരു മാറ്റം വരികയാണ്. യുവക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ദേഷ്യപ്പെടുകയാണ്, ആക്രോശിക്കുകയൊക്കെയാണ്. യുവക് കാ കോളർ പക്കഡ്കർ ഉസ്കി കമീസ് ഫാഡ് ദേത്തെ ഹൈ. എന്നിട്ട് ഈ യുവാവിന്റെ കോളർ പിടിച്ചു വലിച്ചിട്ട് ആ കമീസ് കീറുകയാണ് ചെയ്യുന്നത്. തബ് ഏക് പ്രൗഡ് വ്യക്തി ആക്കർ ബുസുർഗ് കോ പക്കഡ് ലേത്താ ഹെ. അപ്പോഴാണ് അവിടെ കൂടെ നടന്നു പോകുന്ന ഒരാൾ വന്നിട്ട് ഈ ബുസുർഗിനെ പിടിച്ചു മാറ്റുന്നത്. വ ബുസുർഗ് കോ ശാന്ത് കർണിക്ക് കോശിഷ് കർത്താ ഹെ. അങ്ങനെ ആളെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ സംഭവം എന്താ വെച്ചാൽ, ഒരു പ്രൈവറ്റ് സ്കൂളിൽ കുറേ വർഷം വളരെ ഇമാൻദാറായിട്ട്, അതായത് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്തതാണ് ഇദ്ദേഹം. പക്ഷെ ഈ മാനേജ്മെന്റിൽ പെട്ട ആരുടെയെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരിക്കലും പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു നല്ല വാക്കോ പോലും പലപ്പോഴും കിട്ടില്ല. ഈ ഇൻഫ്ലുവൻസ് വെച്ച് വരുന്ന ആളുകൾ കയറി പ്രൊമോഷനൊക്കെ കിട്ടി നല്ല രീതിയിലായിട്ട് പോവും. അപ്പൊ ഇദ്ദേഹം ഇത്രയും നാള് കുട്ടികൾക്ക് വേണ്ടി കൊടുത്ത സമയം, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കൊടുത്ത സമയമൊക്കെ വെറുതെ ആയ പോലെ. അങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഇമോഷണൽ ആവാണ്, ദേഷ്യപ്പെടുകയാണ്, വയലന്റ് ആവാണ്. അങ്ങനെയാണ് ആ ഒരു പാരഗ്രാഫ് അവസാനിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ബുസുർഗ് की पत्नी आकर उसका मानसिक संतुलन खो जाने की बात करती है. എന്നിട്ട് ഈ യുവാവിനോട് ഈ ബുസുർഗിന്റെ പത്നി വന്നിട്ട് പറയാണ് അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റേറ്റ് അത്ര ശരിയല്ല എന്നുള്ളത്. ബുസുർഗ് പ്രൈവറ്റ് സ്കൂൾ കെ അധ്യാപക് थे. ഒരു പ്രൈവറ്റ് സ്കൂളിൽ കുറെ നാള് വർക്ക് ചെയ്തിട്ടുണ്ട് ടീച്ചറായിട്ട്. വേ ആദർശ് ശിക്ഷക് थे. ഒരു ആദർശവാനായിട്ടുള്ള ഒരു ടീച്ചറാണ് ഉണ്ടായിരുന്നത്. വാല്യൂസ്, തന്റെ വാല്യൂസ് എപ്പോഴും അപ്ഹോൾഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. അനേക് പുരസ്കാർ ബി ഉൻഹെ പ്രാപ്ത് थे. ഒരുപാട് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഉൻഹെ യഹ് വിശ്വാസ് था कि एक दिन उनको प्रमोशन मिल जाएगा. അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചിരുന്നത് താൻ ഇത്ര ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നത് കൊണ്ട് തനിക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടും എന്നാണ്. ലേക്കിൻ പ്രൊമോഷൻ
न देने के लिए उन पर झूठा आरोप लगाया गया. അങ്ങനെ പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാനേജ്മെന്റ് എന്താണ് ഇദ്ദേഹത്തിന്റെ മുകളിലെ झूठा ആരോപണം എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കില്ല, വേറെ പുതിയതായിട്ട് വന്ന ആർക്കെങ്കിലും പ്രൊമോഷൻ കൊടുക്കും. बुजुर्ग कहते हैं कि मेहनत कोई करता है और प्रशंसा दूसरे लोगों को मिल जाती है. അങ്ങനെ ഈ ബുസുർഗ് പറയുന്നത് എന്താണ്, കഠിനാധ്വാനം ചെയ്യുന്നത് ഒരാളാണ്, പക്ഷെ അതിന്റെ പ്രശംസ കിട്ടുന്നത് മറ്റൊരാൾക്കാണ്. ऐसी स्थिति में भी बुजुर्ग के मन में देश निर्माण की चिंता रहती है. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോലും ഈ വൃദ്ധനായിട്ടുള്ള അധ്യാപകൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ നാടിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ്. तब युवक को याद आती है कि शिक्षक अधिवेशन में बुजुर्ग से उसकी मुलाकात हुई थी. അപ്പോൾ അധിവേശനം എന്ന് പറഞ്ഞാൽ സമ്മേളനമാണ്. അങ്ങനെ അപ്പോഴാണ് ഈ ഒരു യുവാവിന് ഓർമ്മ വരുന്നത് ഇദ്ദേഹത്തെ എവിടെ വെച്ചിട്ടാണ് മുൻപ് കണ്ടിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ടീച്ചേഴ്സിൻ്റെ ഒരു കൂട്ടായിട്ടുള്ള ഒരു മീറ്റിംഗ് പോലെ, ഒരു സമ്മേളനം പോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ പ്രായം ചെന്ന അധ്യാപകനെ മുൻപ് യുവാവ് കണ്ടിട്ടുള്ളത് എന്ന് യുവാവിന് അപ്പോൾ ഓർമ്മ വരികയാണ്. യുവക് ആവാസ് ഗൂഞ്ച് ഉഠ്തി ഹെ. അങ്ങനെ ഈ യുവാവിന്റെ സൗണ്ടാണ് മുഴങ്ങി കേൾക്കുന്നത്. വ നേപഥ്യ കി ഓർ ദേക്കർ ബുസുർഗ് മാസ്റ്റർ के स्कूल का पता पूछता है. എന്നിട്ട് ഈ യുവാവ് എന്താണ് ചെയ്യുന്നത്, ഈ ബുസുർഗായിട്ടുള്ള ഈ ഒരു ടീച്ചർ, പ്രായം ചെന്ന ഈ ഒരു ടീച്ചർ വർക്ക് ചെയ്തിരുന്ന സ്കൂളിന്റെ പത്ത, അതായത് അഡ്രസ്സ് ചോദിക്കുകയാണ്. बेरोजगारी और आर्थिक परेशानी के कारण युवक किसी भी परिस्थिति में रहकर काम करने के लिए तैयार हो जाता है. അപ്പോൾ ബേറോസ്ഗാരി, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഈ ഒരു സ്ഥിതി, അതുപോലെ തന്നെ ആർത്തിക് പരേഷാനി എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം യുവാവ് എന്തൊരു അവസ്ഥയിലും ഒരു ജോലിക്ക് കയറാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. इस एकांगी में प्राइवेट स्कूल के स्वजीवन समर्पित करते हुए काम करने वाले एक बुजुर्ग शिक्षक के संघर्षमय जीवन का बारीकी से चित्रण किया गया है. അപ്പോൾ ഈ ഒരു ഏകാംഗിയിൽ സ്വന്തം ജീവിതത്തെ കുറിച്ച് ഓർക്കാതെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി തന്റെ എല്ലാം സമർപ്പിച്ച് വർക്ക് ചെയ്ത ഒരു ബുസുർഗിന്റെ കഥയാണ്, അദ്ദേഹത്തിന്റെ സംഘർഷങ്ങളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. साथ ही एक युवक के मानसिक स्थिति को भी उजागर किया गया है. അതിന്റെ ഒപ്പം തന്നെ ഒരു യുവാവിന്റെ മാനസികാവസ്ഥയും കാണിക്കുന്നുണ്ട്. प्राइवेट स्कूल के लिए समर्पित जीवन बिताने वाले आदर्श शिक्षक को किस प्रकार प्रमोशन आदि से वंचित करके परेशान किया जाता है, इसका चित्रण एकांगी में है. പ്രൈവറ്റ് സ്കൂളിൽ പൂർണ്ണ സമർപ്പണത്തോടു കൂടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ടീച്ചറുടെ ജീവിതത്തിലെ പ്രൊമോഷൻ ഒന്നും കൊടുക്കാതെ, പ്രൊമോഷൻ വഞ്ചെന്ന് വെച്ചാൽ മാറ്റി നിർത്തിയിട്ട് എത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അത് എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. बेरोजगारी की भीषणता का सामना करने वाला युवक उन संघर्षों को उतनी ही तीव्रता से समझ नहीं पाता. തൊഴിലില്ലായ്മയുടെ ആ ഒരു ഭീകരത ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുവാവ്, ബേറോസ്ഗാരി എന്ന് പറഞ്ഞല്ലോ നേരത്തെ, തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്, ഭീഷണത എന്ന് വെച്ചാൽ ഭീകരമായ അവസ്ഥ. ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യുവാവിന് ഈ പറയുന്ന ടീച്ചർ ഫേസ് ചെയ്തു എന്ന് പറയുന്ന സിറ്റുവേഷൻ അത്രയും ആ ഒരു ഇന്റൻസിറ്റി ഈ യുവാവിന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. ശിക്ഷ संस्थाओं से जुड़ी हुई कई समस्याओं की और इस एकांगी में संकेत किया गया है. അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കാണുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ഒരു ഏകാംഗിയിൽ സൂചിപ്പിക്കുന്നത്. യഥാ प्राइवेट स्कूल के शिक्षकों की समस्याएं, बेरोजगारी की समस्याएं, मूल्यवान आदर्श शिक्षक के मूल्यों को नकारना, शोषण, स्वजन पक्षपात, नौकरी की അസ്ഥിരത ആദി. അപ്പോൾ ഇവിടെ കുറച്ച് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകളുണ്ട്. പിന്നെ ഈ ഏകാംഗിയിൽ പരാമർശിക്കുന്നത് എന്തിനൊക്കെ കുറിച്ചിട്ടാണ്? പ്രൈവറ്റ് സ്കൂൾ കി ശിക്ഷകോ കി സമസ്യയായി, പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ പ്രശ്നങ്ങൾ, ബേറോസ്ഗാരി, അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ മൂല്യവാൻ ആദർശ് ശിക്ഷയ്ക്ക് മൂല്യമോ നക്കാറിന്, അതായത് സിൻസിയർ ആയിട്ട് നല്ല വാല്യൂസ് പകർന്നു കൊടുക്കുന്ന, നല്ല വാല്യൂസ് ഉള്ള ടീച്ചേഴ്സിന്റെ വാല്യൂസിനെ റിജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം, ശോഷൺ, എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, സ്വജൻ പക്ഷപാതം എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തം ആളുകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്വജന പക്ഷപാതം, സ്വന്തം റിലേറ്റീവ്സോ അല്ലെങ്കിൽ പരിചയക്കാർക്കോ വേണ്ടിയിട്ട് ജോലി വാങ്ങിക്കൊടുക്കുക, അവർക്ക് പ്രൊമോഷൻ വാങ്ങിക്കൊടുക്കുക, ആ രീതിയിലുള്ള ഒരു പെരുമാറ്റം. അതുപോലെ തന്നെ നോക്കറിക്ക് അസ്ഥിരത എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റെബിലിറ്റി ഇല്ലായ്മ, ആ ജോബിനൊരു സ്റ്റെബിലിറ്റി ഇല്ലല്ലോ, ഓരോ വർഷത്തെ കോൺട്രാക്റ്റിലല്ലേ കയറുന്നത്. ആ ഒരു കാര്യത്തെയൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു ഏകാംഗിയിൽ പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്രാമറിന്റെ പോർഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തൊരു പ്ലേലിസ്റ്റ് കിട്ടും, അത് നോക്കുക കേട്ടോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീന്റെ പേരിലായിരിക്കും വീഡിയോസ് ഉണ്ടായിരിക്കുക, പക്ഷെ ഈ ഗ്രാമറിന്റെ പോർഷൻ തന്നെയാണ്
അതിലുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ സിലബസ് നോക്കിയിട്ട് ആവശ്യമുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.